ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ല ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐഡിയ തന്നെയാണ്. എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വറുത്തതും വറുക്കാത്തതും ഒക്കെ എടുക്കാം കേട്ടോ. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളമൊക്കെ അളന്നിട്ടായിരിക്കുമല്ലോ ഒഴിക്കുന്നത്. എന്നാൽ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം അളക്കുകയൊന്നും തന്നെ വേണ്ട. വെള്ളം കുറച്ച് കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഡ്രൈ ആയിട്ട് വരും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളിത് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ. നോമ്പൊക്കെ ആയാലും 30 ദിവസം പത്തിരി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. ഈ രീതിയിൽ നിങ്ങൾക്ക് പത്തിരിയും ഇടിയപ്പവും ഒക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കുറച്ച് സമയം വെച്ചപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറേ സമയം നമ്മൾ ഇരുന്ന് മാവ് കുഴച്ച് പരത്തി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പത്തിരിയൊക്കെ 24 മണിക്കൂറും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇടിയപ്പവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലുള്ളൊരു അലുമിനിയം ഫോയിലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മൂടി വെച്ചിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഫോയിൽ വെച്ചിട്ടും ഞാൻ ഈ ഒരു ടിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാവ് മുകളിലേക്ക് ഉരുണ്ട് ഉരുണ്ട് വരുമല്ലേ. നമുക്ക് പിന്നീട് അത് അഴിച്ചെടുത്തിട്ട് വീണ്ടും ആ മാവ് നമുക്ക് നിറച്ച് കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് അതിൻ്റെ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ മാവൊക്കെ നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫോയിൽ പേപ്പറിൽ ആ മാവിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്തിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഇടിയപ്പം ഉണ്ടാക്കി പിഴിഞ്ഞെടുക്കുന്നത് ആ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ലൈവായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഡലി തട്ടിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കണ്ടില്ല, അതിന് മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അലുമിനിയം ഷീറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല 24 മണിക്കൂർ നല്ല സോഫ്റ്റ് ഇടിയപ്പം ആയിരിക്കും. അതുപോലെ തന്നെ ഈ മാവ് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് പത്തിരിയും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ആ ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ മുകളിലോട്ട് മാവൊന്നും കയറി വന്നിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ നമ്മൾ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള, അതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ നേരത്തെ അലുമിനിയം ഫോയിലിൻ്റെ മൂടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയൊരു ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ മാവ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടില്ല, ഒരു തുള്ളി പോലും മാവ് മുകളിലേക്കൊന്നും കയറി വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ മാവും നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാവും ഈ രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുതേ.
ഇഡലി തട്ടിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പ്ലേറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ഇഡലി പാത്രത്തിന്റെ കൂടെ കിട്ടുന്ന ഇതുപോലുള്ള തട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഈ രീതിയിൽ വലിയ ഇടിയപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാൻ സ്റ്റീൽ പ്ലേറ്റിലും ഒക്കെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു തട്ടിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം അതിൽ ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് കറിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ ഇടിയപ്പം. അപ്പോൾ ഞാൻ എല്ലാ മാവും ഈ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റീൽ പ്ലേറ്റിലും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. കെമിക്കൽസ് ഡൈ ഒന്നും അടിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടി രോഗങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കറ്റാർവാഴ ഫ്രഷ് ആയിട്ടൊന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ യെല്ലോ കളർ ജെല്ലൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നല്ല ഓർഗാനിക് ആയിട്ട് നമ്മളുടെ മില്ലിൽ നിന്നൊക്കെ കിട്ടുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അത് എടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഏകദേശം ഒരു 1/2 ലിറ്റർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറ്റാർവാഴയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കറ്റാർവാഴ ഫ്രഷ് ആയിട്ട് കിട്ടാനില്ലെങ്കിൽ ജെല്ല് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് ഉലുവ, അതുപോലെ തന്നെ കുറച്ച് കരിഞ്ജീരകം, കുറച്ച് കരിവേപ്പിലയും കൂടിയാണ്. ഇതൊക്കെ ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. ടൈം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതായിരിക്കും. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് ചതച്ചതാണ് കേട്ടോ. ഇതുപോലുള്ള എണ്ണകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലവർക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നം, തലവേദന, തുമ്മൽ, ജലദോഷം ഒക്കെ വരാറുണ്ടല്ലോ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുരുമുളക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് 2 ഗ്രാമ്പു ഇട്ട് കൊടുത്താലും മതിയാവും. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഒരു വലിയ ടേബിൾ സ്പൂൺ റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ. ഡ്രൈഡ് ആയിട്ടുള്ളതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് റോസ്മേരി ലീവ്സ്. തലയിൽ വരെ മുടി കിളിർക്കുന്ന കിടിലനൊരു അമൂല്യമായിട്ടുള്ള ഒരു ഇല തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പതയൊക്കെ പോയിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുപ്പിയിലേക്ക് ആക്കി വെക്കാം. ഞാനിത് അരിച്ചിട്ടല്ല കേട്ടോ, ഇതുപോലെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലുള്ള എണ്ണ കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കുറച്ച് സമയം വെയിലിൽ വെച്ചതിന് ശേഷം ഇളം ചൂടോട് കൂടെ തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ മുടി നന്നായിട്ട് വളരുകയും നരച്ച മുടി നല്ല കറുപ്പായിട്ട് നാച്ചുറൽ ബ്ലാക്ക് ആയിട്ട് വരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ സവാള കരിയുന്ന സമയത്ത് കണ്ണിൽ വെള്ളം വരിക എന്നുള്ളൊരു പ്രോബ്ലം. എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് തൊലിച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ക്ലീൻ ആവുകയും ചെയ്യും. കണ്ണിലൊന്ന് വെള്ളം കിലോ കണക്കിന് ഉള്ളി മുറിച്ചെടുക്കാനും പറ്റും. ഉള്ളിയൊക്കെ മുറിച്ചെടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെൽ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഒന്ന് കയ്യിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷൊക്കെ കുറച്ച് സമയം ഉപ്പുവെള്ളത്തിലിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്ടീരിയ ഒക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആയി വരുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെ മക്കളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽസ് നിങ്ങൾക്ക് അറിയാം, ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് കല്ലുപ്പും അതുപോലെ തന്നെ കുറച്ച് അരിയുമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഏകദേശം നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു സ്പോഞ്ച് ഇതുപോലൊരു സ്റ്റിക്കിലേക്ക് വെച്ച് കൊടുത്ത് ഞാൻ ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. എത്ര വലിയ ഫ്ലാസ്ക് ആയാലും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽസ് ആയാലും ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ബോട്ടിലൊക്കെ കഴുകുന്ന ബ്രഷ് ഉണ്ടാവും, നിങ്ങൾക്കറിയാം. നമ്മൾ കഴുകുന്ന സമയത്ത് ഇതിൻ്റെ ആ സൈഡ് ഭാഗം ഒന്നും നന്നായിട്ട് ക്ലീൻ ആയി വരില്ല. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയി വരികയും ചെയ്യും. ഈ ഒരു സ്പോഞ്ച് നമുക്ക് കഴുകി റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ
പച്ചവെള്ളം ട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉജാല ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉജാല നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ വെള്ള വസ്ത്രങ്ങൾക്കൊക്കെ നല്ലൊരു കളർ ലഭിക്കാൻ വേണ്ടിയിട്ടും ആ വെണ്മ കുറേ ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഈ ഒരു ഉജാല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ബാത്റൂം ക്ലീൻ ചെയ്താൽ ചില സമയത്തൊക്കെ നല്ല വൈറ്റ് കളറൊക്കെ ഒരു മങ്ങിയ കളറായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളെ ക്ലോസറ്റിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. കറകളൊക്കെ പോയിട്ട് നല്ലൊരു വെണ്മ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സൈഡിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടെ തന്നെയാണ് കേട്ടോ ഞാൻ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നന്നായിട്ട് നമുക്ക് ക്ലീനായി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയത്. ഇപ്പോൾ കണ്ടില്ലേ, അഴുക്കൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.